കെട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. സ്വന്തമായി പോലീസും കോടതിയും ഒക്കെയുള്ള പാർട്ടിയാണ് CPM. അത് കോളേജുകളുടെ പുറത്തെ കാര്യമാണ് കേട്ടോ. ക്യാമ്പസുകളിൽ പോലീസും കോടതിയും ഒക്കെ ഈ മൂന്നക്ഷരങ്ങളാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നത് പോലീസും കോടതിയും ഒക്കെ ചേർന്ന് കുട്ടിസഹാക്കൾ നടത്തിയ വിചാരണയും ശിക്ഷയും ഒക്കെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതായിരിക്കും പണ്ട് സഹാക്കൾ പാടിയത്: പള്ളിയല്ല പണിയണം പള്ളിക്കൂടം 1000, പുത്തൻ അമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം എന്ന്. പള്ളിക്കൂടങ്ങൾ പണിയുന്നത് ഈ വക 8ന്റെ പണിക്കാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്വാഗതം കഥകളിയുടെ പുതിയ അധ്യായത്തിലേക്ക്. കെട്ടുകഥ കസേരകളി കഥകളി. അങ്ങനെ നമ്മുടെ കോൺഗ്രസ് പാർട്ടി മൈ ഡിയർ സുധാകരേട്ടൻ്റെ നേതൃത്വത്തിൽ പതുക്കെ പതുക്കെ സെമി കേഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ സുധാകരേട്ടൻ വാർത്താ സമ്മേളനത്തിനെത്തി ഏറെ നേരം കാത്തിരുന്നിട്ടും VD സതീശൻ എത്തിയില്ല. സ്വാഭാവികമായും അങ്ങേർക്ക് ദേഷ്യം വന്നു. മൈ ഡിയർ സതീശൻ എവിടെ പോയി എന്ന് സുധാകരൻ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു പോയി. തെറ്റു പറയാൻ പറ്റില്ല, ആരായാലും ചോദിച്ചു പോകും. പണ്ട് കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പുകളൊക്കെ AI എന്നിങ്ങനെ അക്ഷരങ്ങളാണ് ചേർക്കാറുള്ളത്. ഇനി മായും പായും ഒക്കെ ചേർത്ത് മലയാളത്തിൽ ഗ്രൂപ്പുകൾ കൊടുക്കാവുന്നതാണ്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. അത് വേണ്ട. അല്ല സുധാകരേട്ടാ, എന്തൊക്കെയാ കേൾക്കുന്നേ? എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി നശിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടല്ലോ. എന്താ സംഭവിച്ചതെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്, ഞാനറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എന്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. വലിയ വാർത്തയാക്കണതിന്റെ എന്ത് കാരണം ഉണ്ടായത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് KPC പ്രസിഡന്റ് അത് പറഞ്ഞത്. കാരണം 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്താമെന്ന് പറഞ്ഞു. ഞാൻ സ്വല്പം വൈകി. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇവനോ? അങ്ങനെ അല്ലല്ലോ ഞങ്ങൾ കേട്ടത്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. അല്ല, അതില് നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാം. മൈ ഡിയർ ഫ്രണ്ട്. കണ്ടില്ല അഭിസംബോധന? മൈ ഡിയർ സതീശ എന്ന് സുധാകരൻ വിളിക്കുമ്പോൾ ഇത്രയും മതി. സതീശൻ മൈ ഡബിൾ ഡിയർ സുധാകരൻ എന്നാണ് വിളിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. ഫുൾ സെന്റൻസ് ആണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? പനിനീരിട്ട് ചെവി കഴിയണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. നമുക്ക് സാധാരണക്കാർക്ക് ഇതൊക്കെ വലിയ സംഭവമായി തോന്നാം. പക്ഷേ കോൺഗ്രസിൽ ഇതൊക്കെ സഹപ്രവർത്തകർ തമ്മിൽ വിളിക്കുന്നതാണെന്നേ. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കില്ല. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നൊരു ഭാഷയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും പാർട്ടിയുടെ ഒരു വഴക്കിൻ്റെ ഭാഗമല്ല. സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഷാപരമായ അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗങ്ങളെല്ലാം. 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു, മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ. അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഏറെ വൈകിട്ടൊന്നുമില്ല. സെക്കൻഡ് ടൈം വന്നിരുന്നു. കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വരികയും ചെയ്തിരുന്നു. പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റായി. എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ പിന്നെ അത് 11:05 വന്നിട്ട് കാര്യമുള്ളതെന്ന് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. 10:55 വന്ന് പത്രസമ്മേളനം നടത്താമോ? ഒരു പാർട്ടി, ഒരു മുന്നണി എങ്ങനെ ഇവരെ കൊണ്ട് നടക്കുന്നു? കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് ഇവരെ ചുമക്കുന്നത്? നമുക്കില്ലേ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ടിടക്ക ഇവൻ തന്നെ ധാരാളം. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്. നേരെ ചൊവ്വേവാ എന്ന് പറയുന്ന ഒരാളാണ്. ഇതിനകത്തൊന്നും കുശുമ്പുമില്ല. എനിക്ക് എന്താ പറയുക, വളഞ്ഞ ബുദ്ധിയുമില്ല. ഇതാ നിങ്ങളെ കുരുട്ട് വിദ്യ. സതീശനും ഞാനും തമ്മിൽ
ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായിട്ട്. അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരാളാണ്. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സഹോദര ബന്ധമല്ല, സുഹൃത്ത് ബന്ധത്തിലും സഹോദര ബന്ധത്തിലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യം. അവര് വടക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. 10:45 എത്തേണ്ടിയിരുന്ന സതീശൻ 11:05 വന്നില്ലെങ്കിൽ മൈഡിയർ സതീശൻ എവിടെ പോയി എന്ന് ആരായാലും ചോദിച്ചു പോകും. വൈകി എത്തിയിട്ട് നേരിട്ട് മൈഡിയർ വിളി കേൾക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതിരിക്കുന്നതെന്ന് സതീശനും വിചാരിച്ചു. അപ്പോൾ ഞാൻ കറക്റ്റ് 11:05 എത്താൻ വേണ്ടിയിട്ട് ഞാൻ പാഞ്ഞു വരുവാണ്. അവിടെ ഞാൻ 10 മിനിറ്റ് 12 മിനിറ്റ് എടുത്തുള്ളൂ. പാഞ്ഞു വരുവാണ്. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി. ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വരില്ലേ ആളെ കാണാതെ. ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. ഈ കോൺഗ്രസ് പാർട്ടി UDF സംവിധാനം ഈ നിലയിൽ പോയാൽ അവര് കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ട അവര് തകർന്ന് തരിപ്പണമെന്നുള്ളതായിട്ട് സംശയം. വേറെ ഒന്നുമില്ല പറയാൻ. നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം കേട്ടാ. നിങ്ങൾ ഇത് വലിയ വാർത്തയാക്കി അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവരെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീത് നൽകി സമ്മതിച്ചേ. രാജി ഇതിന് അവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഞാൻ ഇപ്പോൾ ഇവർ എൻ്റെ സഹപ്രവർത്തകരാണ്. ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് അയച്ച എന്നെക്കാൾ പ്രായത്തിൽ കുറവല്ല. ഞാൻ പറഞ്ഞ കിട്ടിയാൽ നിങ്ങൾ ഓടും. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. കളവദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ജ്യേഷ്ഠാനുജന്മാരെ സംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണ് ചിലപ്പോൾ ശ്രദ്ധിക്കും മൈക്കുള്ളതുകൊണ്ട്. അത് ഇവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തമാശല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? ഇവിടെ ഉള്ളവന്മാരൊക്കെ തമാശക്കാരല്ലേ. ഇനി വേറൊരു പഹനുണ്ട് ഇവിടെ, വലിയ തമാശക്കാരൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചേട്ടനും അനിയനും സ്നേഹത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ വിളിച്ചതിനെ ഹൈക്കമാൻഡ് ഇടപെട്ടു, ഉടനെ രാജി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ മാധ്യമങ്ങളെയാണ് ശരിക്കും എന്തെങ്കിലുമൊക്കെ വിളിക്കേണ്ടത്. അന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ പറ വേണ്ട നീ പറ എന്ന് രണ്ടാളും തർക്കിച്ചതും ഈ മൈഡിയർ മാധ്യമങ്ങൾ വലിയ സംഭവമാക്കി. അല്ല നിങ്ങൾ നമുക്ക് ഇഷ്ടമല്ലേ ഒന്നുമില്ലെങ്കിൽ അല്ലല്ലേ ആദ്യം എന്ത് വേറെ എന്ത് സംശയമുണ്ട്? പുതുപ്പള്ളിയിൽ എന്താ പറഞ്ഞത്? ഞാൻ പറയാം ആദ്യം ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. പത്മശ്രീ പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പിലിരുത്തണം. സ്പോൺസറല്ലേ? അതെങ്ങനെയാ ഞാൻ പറയുന്നത്? ഞാൻ തുടങ്ങി വെച്ചോളാം. നമ്മൾ പറഞ്ഞോളൂ. നിങ്ങളാ ഉണ്ടാക്കിയത്? ഞാനോ? നിങ്ങൾ പ്രസ് മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ അതിന് എന്നോട് അപ്പോളജി ചെയ്യണം. ശരിക്കും സുധാകരൻ മൈ ഡിയർ എന്ന് വിളിക്കേണ്ടത് സതീശനെ മാത്രമായിരുന്നില്ല. സതീശനെ വിളിച്ചത് വലിയ വാർത്തയായില്ലെങ്കിൽ നമ്മുടെ ആന്റണിയും മൈ ഡിയർ വിളി കേട്ടേനെ. സമരാജ്ഞിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ, പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു. കെ സുധാകരൻ അവറുകളെ. ബാക്കിയുള്ള കളികൾ ചെറിയൊരിടവേള കഴിഞ്ഞ്. കഥകളി